ബാറ്റുകൾ പായാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് അംഗങ്ങൾ നമുക്കൊപ്പം ചേരുകയാണ്. കാരിച്ചാലിനായി ഇറങ്ങുന്ന പള്ളാത്തുരുത്തി ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ബോട്ട് ക്ലബാണ്. ഇത്തവണയും കൂടി ജയിച്ചാൽ തുടർച്ചയായ 5 ജയം എന്ന റെക്കോർഡ് സ്വന്തമാക്കും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അതിന്റെ എല്ലാ ആത്മവിശ്വാസവുമായി ഏറ്റവും കൂടുതൽ ഫാൻ ക്ലബ് ഉള്ള പള്ളാത്തുരുത്തി ഇറങ്ങാൻ പോകുമ്പോൾ അവരുടെ ആത്മവിശ്വാസം എത്രമാത്രം എന്ന് നമുക്ക് പരിശോധിക്കാം. ടീം അംഗങ്ങൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കോച്ചുണ്ട്, കോച്ചുമാരുണ്ട്, അംഗങ്ങളെല്ലാം തന്നെ റെഡിയാണ്. എത്രമാത്രം ആവേശത്തിലാണ് നിങ്ങൾ? അഞ്ചാം തവണ അടിക്കോ? തീർച്ചയായിട്ടും 5ാം തവണ ഞങ്ങൾ അടിച്ചിരിക്കും. എന്താ ഇത്ര ആത്മവിശ്വാസം? ഞങ്ങൾക്ക് പ്രാക്ടീസ് അതുപോലെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിശ്വാസം. നല്ല ആത്മവിശ്വാസം എത്തണം. നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിള്ളേരെല്ലാം നല്ല ഫോമിലാണ്. കൂടുതൽ സമയം കിട്ടി പ്രാക്ടീസിന്? നല്ല സമയം കിട്ടിയത്. ഇടയ്ക്കൊന്ന് നമ്മുടെ ഡേറ്റ് ഒന്ന് മാറി വന്നുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കി കുഴപ്പമില്ല. അല്ല, ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ നല്ലൊരു ക്യാമ്പ് നിന്നപ്പോഴാണ് ക്യാമ്പ് ബ്രേക്ക് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിലേ വന്നു. പിന്നെ കുഴപ്പമില്ല, പിള്ളേർ നല്ല ഫോമിലാണ് അടിക്കുന്നത്. ഞങ്ങളുടെ കുറെ പ്രൊഫഷണൽസ് പോവുകയും ചെയ്ത് വന്നവരെല്ലാം തിരിച്ചു പോയി. പിന്നെ പ്രൊഫഷണൽ ഇല്ല ഞങ്ങൾ കളിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല, ഒരു കുറവില്ല. എല്ലാരും വായിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നാളെ മാത്രമല്ലോ, എല്ലാരും വായിച്ചാൽ പ്രശ്നമില്ല. ഇവിടെ ഇപ്പോ തുടർച്ചയായ 5 ജയം എന്ന റെക്കോർഡാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾക്കറിയാം ചില പ്രശ്നങ്ങൾ 5ാം ഹീറ്റ്സ് ആണ്. അതിൽ നിങ്ങൾ ചില ജലത്തിന്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ചിലത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 4ാം ട്രാക്കിലാണ് വെള്ളക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ നല്ല വിശ്വാസത്തോട് തന്നെ തുടരുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. അവിടെ ബെസ്റ്റ് ടൈം കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ അത് മറികടക്കാൻ ചില ബണ്ടിന്റെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുള്ളതാ പറഞ്ഞത്. കുഴപ്പമില്ല. എന്നാലും നമുക്ക് നല്ല ആത്മവിശ്വാസം തന്നെ. കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. 100% സാറ്റിസ്ഫൈഡ് ആണ്. അവസാനം ഇപ്പൊ നിങ്ങളെ കാണണമെങ്കിൽ 4ാം ഹീറ്റ്സ് വരെ 5ാം ഹീറ്റ്സ് വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഇരുന്നേ പറ്റൂ. ആത്മവിശ്വാസമാണോ ഇതില്? തുഴക്കാരും താളക്കാരും ഒക്കെ ഉണ്ടല്ലോ, അവരെ ആരാ താളക്കാരെന്ന് കാണാൻ പറ്റുമോ? താളക്കാരൊക്കെ ഉള്ളോ? ഇപ്പൊ ഉള്ള ആൾക്കാരൊന്ന് പറഞ്ഞിലേക്ക് വരോ? ഒരു താളക്കാർ താളത്തിലൂടെ ഈ ടീമിന് ഇപ്പോ ആത്മവിശ്വാസം കൊടുക്കാൻ പോകുന്ന ഒരു സാമ്പിൾ ഒന്ന് കാണിച്ചേ. ഈ താളക്കാർക്ക് ആത്മവിശ്വാസം പോരെന്നാണല്ലോ തോന്നുന്നേ. എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകത നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതാണ് ഞങ്ങളുടെ വിശ്വാസം. കുമരകം ബോട്ട് ക്ലബ്ബ് നിങ്ങൾക്കൊപ്പം ഇപ്പൊ ഉണ്ട്. തീർച്ചയായിട്ടും അവരിൽ നല്ല പെർഫോമൻസ് ആൾ കാണിക്കുന്ന നാളെ ഇന്നത്തെ ദിവസം നോക്കണം. കാലാവസ്ഥ അനുകൂലമാണ്. ഇപ്പൊ തന്നെ നല്ല വെയിലുണ്ട്. വെയിലാണ് പ്രശ്നം. ഇത്തിരി വെയിൽ കൊണ്ടാൽ ക്ഷീണമാണ്. എന്നാലും വെയിൽ ഉള്ളായിരിക്കാൻ ഒക്കത്തില്ലല്ലോ. 1 മണിയാകുമ്പോൾ കയറണമെന്നാ പറഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല. ഈ കോച്ചുമാരൊക്കെ എന്താണ് നിങ്ങളുടെ സീക്രട്ട്? നിങ്ങൾ ഇങ്ങനെ മുന്നിൽ നിന്ന് തുഴയുന്നവരാരൊക്കെയാണ് ഇതില്? നിങ്ങളുടെ മെയ്ക്കരുത്തിലാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. അപ്പം മെയ്ക്കരുത്തൊക്കെ ഉറപ്പിക്കാനുള്ള ട്രിക്കൊക്കെ എന്താണ്? ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രാക്കിൽ കാണിക്കും. ഞങ്ങളുടെ പെർഫോമൻസ് എന്താണെന്ന് ട്രാക്കിൽ കാണാം. മെയ്ക്കരുത്ത് ട്രാക്കിൽ കാണാൻ പറ്റും. ഒരു രഹസ്യം പുറത്ത് പറയരുതെന്ന് കോച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു രഹസ്യമില്ല. ഞങ്ങളുടെ പെർഫോമൻസ് ട്രാക്കിൽ ട്രാക്കിൽ കാണും. എല്ലാവർക്കും ഒരേപോലെ തന്നെ ഉള്ളതാണ്. ഒരേപോലെ തന്നെ ഉണ്ട്. അതെ. എന്റെ കാര്യശാല ഫാനാണ് ഇത് കളിക്കാൻ. ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ ഒരു പ്രത്യേകതയുണ്ട്. 2 റെക്കോർഡുകളാണ്. 2 റെക്കോർഡുകൾ. ഒന്ന്, നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും ടൈം കുറച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ നേടിയിരിക്കും. രണ്ടാമത് 5ാം തവണയും കപ്പ് നേടുന്ന ഒരു ക്ലബ്ബ് എന്നുള്ള റെക്കോർഡോടെ പള്ളാത്തുരുത്തി ഉണ്ടായിരിക്കും. കാരിച്ചാലിന്റെ അറിയാം ഈ പറയുന്നത്. കാരിച്ചാല് 5ാം തവണയും ക്ലബ്ബ് എടുക്കുന്ന ഒരു ടീം എന്ന് പറഞ്ഞാൽ പള്ളാത്തുരുത്തി മാത്രമായിരിക്കും. അതൊരു ഇതുണ്ട്. പ്രാണൻ വെടിഞ്ഞാലും നേടുമാ കപ്പുകൾ 5ാം തവണയും നെഞ്ചോട് ചേർക്കുവാൻ. നെഞ്ചകം പൊട്ടി മരിച്ചാലും ഈ ട്രോഫി വിട്ടുകൊടുക്കില്ല പാരിലാർക്കും. ഇത് എന്റെ പിള്ളേർ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും അവർ പാലിച്ചിരിക്കും. ഓക്കെ. വള്ളംകളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇന്ന് വിജയിച്ചിരിക്കും. ഇന്നത്തെ സായം സന്ധ്യയിൽ പള്ളാത്തുരുത്തിയിൽ ഈ കപ്പുമായി പള്ളാത്തുരുത്തിന്റെ ഈ മക്കൾ കൊണ്ടുവരും. ഒരു തർക്കവും അതിനകത്തില്ല. ഞങ്ങൾ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. കോൺഫിഡൻസ് തന്നെ ഞങ്ങള് വളരെയധികം കോൺഫിഡൻസില്ല. കാര്യം ഞങ്ങൾക്ക് ഞങ്ങളെ പിള്ളേരിൽ അത്രയ്ക്ക് വിശ്വാസമാണ്.
അവർക്ക് ന്യായമായ രീതിയിൽ 10-60 ദിവസം പ്രാക്ടീസും കഴിഞ്ഞിട്ടാണ്. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അവർ വളരെ നല്ല രീതിയിലാണ് അവർ പെർഫോമൻസ് അവസാനവട്ട ട്രയലുകളിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഇതാണ് അവർ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് കുട്ടികളെ ഈ കപ്പ് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ. എല്ലാം ഒരുക്കങ്ങളും പൂർണ്ണമാണല്ലേ? ഇന്നലെ റെസ്റ്റ് ആയിരുന്നു. ശക്തിയോടുകൂടി ഇറങ്ങാണ്. ആത്മ വിളിക്കാനുള്ള ആളുകൾ വരില്ല. എന്തായാലും അവസാന നിമിഷങ്ങളിലേക്കാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും പള്ളാത്തുരുത്തി എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത്തവണയും കപ്പുറപ്പിക്കും. കാരിച്ചാലിനെ മുൻനിർത്തി ഇത്തവണയും കപ്പുറപ്പിക്കും, റെക്കോർഡ് സ്വന്തമാക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇറങ്ങുന്നു, കാരിച്ചാൽ ഇറങ്ങുന്നു.